ഹലോ ഹായ് എല്ലാവർക്കും ലേണിനോട് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. മെയ് മാസത്തിലെ ആദ്യത്തെയും അതുപോലെ തന്നെ രണ്ടാമത്തെ ആഴ്ചയിലെയും കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതായത് മെയ് 1 തൊട്ട് 16 വരെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ചാനലിന്റെ പേരെന്താണ്? ലേണിനോ ജികെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? ബിക്കോസ് നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇയർലി കറണ്ട് അഫയേഴ്സും അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോ എന്താണ് ചാനലിലുള്ള കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്, ദ നേവൽ ആൻഡ് ദി ഷിപ്പ്. ഞാൻ ഇതിലൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും അല്ലെ, നമുക്ക് പെട്ടെന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ദ നേവൽ ആൻഡ് ദി ഷിപ്പ് മിസൈൽ ഷോർട്ട് റേഞ്ച്, അതാണ് NASM-SR. NASM-SR എന്താണ്? നേവൽ ആന്റി ഷിപ്പ് മിസൈൽ ഷോർട്ട് റേഞ്ച് ഈസ് ഇന്ത്യസ് ഫസ്റ്റ് indigenous helicopter launched anti-ship missile ആണ്. NASM-SR എന്ന് പറയുന്നത് ആന്റി ഷിപ്പ് മിസൈൽ ആണ്. ഏത് ഓർഗനൈസേഷൻ ആണ് അത് ലോഞ്ച് ചെയ്തത് എന്നുള്ളതാണ് ചോദ്യം, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത്. ആദ്യത്തെ HAL അഥവാ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്. ഇതിൽ കുറെ അബ്രിവേഷൻസ് നിങ്ങൾക്ക് ഇടുന്നുണ്ട് അല്ലെ, കണ്ടോ? നേവൽ ആന്റി ഷിപ്പ് മിസൈൽ ഷോർട്ട് റേഞ്ച്, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അതുപോലെ തന്നെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO, DRDO എന്താണ്? ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, ആൻഡ് BDL is the ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞു ആന്റി ഷിപ്പ് മിസൈൽ ആണ്, നാവൽ ആന്റി ഷിപ്പ് മിസൈൽ ഷോർട്ട് റേഞ്ച് ആണ്. അത് തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഡിഫൻസ് ആണ്. അപ്പൊ തന്നെ ഏതാണ് മക്കളെ ആൻസർ? ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് എന്ന് പറയുന്നത് ഏതാണ്? ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, DRDO is the right answer. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ is the right answer. ഇതാണ് NASM-SR, അതായത് ഹെലികോപ്റ്റർ ലോഞ്ച് ആന്റി ഷിപ്പ് മിസൈൽ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഡീറ്റെയിൽസിൽ നോക്കുകയാണെങ്കിൽ NASM-SR എന്ന് പറയുന്നത്, NASM-SR is mostly common refers to the ഇന്ത്യൻ മിസൈൽ സിസ്റ്റം ആണ്. ഇന്ത്യൻ മിസൈൽ സിസ്റ്റത്തിനെ പറയുന്നതാണ് NASM-SR എന്ന് പറയുന്നത് കേട്ടോ. അതിന് സ്റ്റാൻഡ്സ് നേവൽ ആന്റി ഷിപ്പ് മിസൈൽ ഷോർട്ട് റേഞ്ച് ആണ്. അതൊരു ഇൻഡിജിനിയസ് എയർ ലോഞ്ച് ആന്റി ഷിപ്പ് മിസൈൽ ആണ്. ആരാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്? DRDO. ഏത് ഓർഗനൈസേഷൻ ആണ്? ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ഇന്ത്യൻ നേവിക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. ഇതിനും കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? കീ പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിസൈൻ ടു അറ്റാക്ക് എനിമി ഷിപ്സ് അറ്റ് സീ. സീയിലുള്ള എനിമി ഷിപ്പിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഇന്റൻഡ് ടു റീപ്ലേസ് ഓർഡർ സീ ഈഗിൾ ആന്റി ഷിപ്പ് മിസൈൽസ് യൂസ്ഡ് ഓൺ നേവൽ ഹെലികോപ്റ്റേഴ്സ്. സോ DRDO ഡെവലപ്പ് ചെയ്തതാണ് NASM-SR അഥവാ നേവൽ ആന്റി ഷിപ്പ് മിസൈൽ ഷോർട്ട് റേഞ്ച്. ഓക്കെ, അടുത്തത്. Which state became the first in India to launch a marine spatial plan അഥവാ MSP? ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുപാട് അബ്രിവേഷൻസ് കാണാനായിട്ട് സാധിക്കും കേട്ടോ. MSP for Integrated Coastal Management, അതായത് ICM-ന് വേണ്ടിയിട്ട് MSP ജനറേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളതാണ്. MSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മറൈൻ സ്പേഷ്യൽ പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി, കടലുകളിൽ ഓരോ സ്ഥലത്തും ഒരു പ്ലാനുകൾ ഉണ്ടാക്കി. ഈ സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യണം, ഏത് സ്ഥലത്തു നിന്നാണ് നമുക്ക് ഫിഷിന്റെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുക, ഏത് സ്ഥലമാണ് നമുക്ക് ടൂറിസം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക, അങ്ങനെ ഓഷ്യന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് MSP കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മറൈൻ സ്പേഷ്യൽ പ്ലാൻ. ഇപ്പൊ നമ്മൾ വീട് വെക്കുമ്പോൾ തന്നെ, ഒരു വീട് വെക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു റൂമിൽ ലിവിംഗ് റൂം ആണ്, ഇത്ര ബെഡ്റൂം ആണ് നമുക്ക് ആവശ്യം. അപ്പൊ ആ ഒരു ഏരിയയാണ് നമ്മളൊരു വീടാക്കി മാറ്റുന്നത് അല്ലെ. ഇപ്പൊ ഒരു 6 സെന്റ് സ്ഥലം അല്ലെങ്കിൽ 10 സെന്റ് സ്ഥലം, ആ ഒരു ഏരിയ നമ്മൾ എന്താക്കി മാറ്റുന്നു? വീടിനും ചുറ്റുഭാഗവും ആക്കി മാറ്റുന്നു. ഇപ്പൊ പൂന്തോട്ടങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പൊ പല വീടുകളിലും സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചായ കുടിക്കാൻ ഒരു ഏരിയ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ കടലില് എന്തൊക്കെ സ്ഥലങ്ങളിലാണ് എന്തൊക്കെയാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു പ്ലാൻ ജനറേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഏതാണെന്നുള്ളതാണ്. മെയിൻ ആയിട്ട് ടൂറിസം ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ ഒഡീഷ, രണ്ടാമത്തെ ഗുജറാത്ത്, മൂന്നാമത്തെ കേരള, നാലാമത്തെ തമിഴ്നാട്. ഏതാണ് മക്കളെ? ദ റൈറ്റ് ആൻസർ ഈസ് ഒഡീഷയാണ് കേട്ടോ. ഒഡീഷ launched this pioneering framework to ensure sustainable and integrated management for its coastal marine environment while balancing economic and ecological interests. കണ്ടോ, ഇതാണ്
in the marine spatial plan എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ അതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ MSP is a scientific and participatory process of analyzing and allocating the spatial and temporal use of marine resources. എന്തിനാണ് മെയിൻ ആയിട്ട് എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി, അതായത് നമ്മളിപ്പോ എല്ലാ ജീവികളെയും കൊന്നു കളഞ്ഞ് നമുക്ക് അവിടെ ഇപ്പൊ ഷാർക്ക് ഉണ്ടാകാം അല്ലെ, ഒരുപാട് ജീവികൾ ഉണ്ടാകാം, ഡേഞ്ചറസ് ആയിട്ടുള്ള അനിമൽസും എല്ലാം അക്വാറ്റിക് അനിമൽസ് എല്ലാം ഉണ്ടാകാം, പക്ഷെ അവരെല്ലാം നശിപ്പിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. ഒരു എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി ഡെവലപ്പ് ചെയ്യണം, അതുപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കണം വിത്ത് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇത് ഫിഷറീസും ടൂറിസം പോർട്സ് ആൻഡ് കൺസർവേഷൻ ഒക്കെ എല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് MSP. ഓക്കെ, അപ്പൊ ആദ്യം ഒരുപാട് പ്ലാനിങ് നടക്കുന്നു, അതിനുശേഷം ഡേറ്റാസ് ഇവാലുവേറ്റ് ചെയ്യുന്നു, അതിനുശേഷം എക്കോസിസ്റ്റം ക്യാരക്ടറൈസേഷൻ നടക്കുന്നു അല്ലെ, എന്താണ് സോഷ്യോ എക്കണോമിക് അനാലിസിസ്, അതുപോലെ തന്നെ ഓഷ്യനോഗ്രാഫിക് അനാലിസിസ് നടക്കുന്നുണ്ട്, ബയോളജിക്കൽ അനാലിസിസ് നടക്കുന്നുണ്ട്, ഹാബിറ്ററ്റ് അനാലിസിസ് നടക്കുന്നുണ്ട്, അതിനുശേഷം മാനേജ് ചെയ്യുന്നു, മാനേജ്മെന്റ് അപ്ലിക്കേഷൻ കണ്ടു. ഇവിടെ ഓൾട്ടർനേറ്റിംഗ് എനർജി ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, മെറൈൻ റിസോഴ്സസ് എവിടെയൊക്കെയാണ്, മിനിമൈസിങ് കോൺഫ്ലിക്ട്സ് നമുക്ക് എങ്ങനെയാണ് ആ ഒരു സ്ഥലത്ത് നിന്ന് ഈ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട് സാധിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു MSP പെടും. അതായത് ഇപ്പൊ നമ്മുടെ വീടിന്റെ പ്ലാൻ പോലെ ഒരു കടലിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ രൂപീകരിക്കുകയാണ് ഒഡീഷ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് ഇന്ത്യ പോസ്റ്റ്പോൺ ദ ഇന്ത്യ ആഫ്രിക്ക ഫോറം സബ്മിറ്റ്. ഒരു ഉച്ചകോടി ഇന്ത്യയും ആഫ്രിക്കയും തമ്മിൽ ഒരു ഉച്ചകോടി പോസ്റ്റ്പോൺ ചെയ്തു. അത് എന്ത് കാരണമാണ് എന്നുള്ളതാണ്. COVID-19 ആണോ? ഈ ഒരു വൈറസിന്റെ പേരറിയാമോ? COVID-19 ഇങ്ങനെയല്ല അല്ലെ. നിപ്പ വൈറസ് ആണോ? അല്ല അല്ലെ. എബോളയാണോ? സിക്ക വൈറസ് ആണോ മക്കളെ? ദ റൈറ്റ് ആൻസർ ഈസ് എബോള. ദിസ് ഇസ് എബോള കേട്ടോ. ഈ എബോള എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാം. ഇത് എബോളയാണ്. എബോള വൈറസ് കാരണം ഒരു ഉച്ചകോടി തന്നെ മാറ്റി വെക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ എബോള വൈറസ് വരുന്നത് എവിടെ നിന്നാണ്? എബോള ഈസ് notorious for causing severe internal and external bleeding by attacking. അതായത് എബോള വൈറസ് അറ്റാക്ക് ചെയ്യുന്നത് ബ്ലഡ് വെസൽസിനെയാണ്. അത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് 1976 കേട്ടോ. അത് ശരിക്കും ആഫ്രിക്കയിലാണ് കൂടുതലായിട്ട് വരുന്നത്. അതായത് 15,000 പേരെയൊക്കെ കൊന്നൊടുക്കിയിട്ടുള്ള 15,000 പേരെയെല്ലാം മരിക്കാൻ ഒരു കാരണമായിട്ട് ഒരു വൈറസ് ആണ് എബോള വൈറസ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് എബോള വൈറസ്. നോക്കി, 15,000 പേരെയൊക്കെ ജീവൻ നഷ്ടപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വൈറസ് ആണെന്ന് ഒന്ന് ആലോചിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ ഉച്ചകോടി മാറ്റിവെക്കാനുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ആഫ്രിക്കയിലാണ് ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ആഫ്രിക്ക ഉച്ചകോടി മാറ്റാനായിട്ട് ഒരു കാരണവും അത് തന്നെയാണ് കേട്ടോ. ഇത് മെയിൻ ആയിട്ട് ഒരു ഫ്രൂട്ട് ബാറ്റ്, അതായത് ഈ പഴങ്ങളൊക്കെ കഴിക്കുന്ന വവ്വാലുകളിൽ നിന്നാണ് വരുന്നത് എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഫ്രൂട്ട് ബാറ്റ്സ് ആർ നാച്ചുറൽ ഹോസ്റ്റ് ഓഫ് എബോള വൈറസ് വരുന്നത് ഫ്രൂട്ട് ബാറ്റ്സ് എന്നാണ് അല്ലെ. നമ്മളൊക്കെ പണ്ട് ഇപ്പൊ ഒരു മാംഗോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ അതില് ആരെങ്കിലും അല്ലെ എന്തെങ്കിലും പക്ഷികളെ കടിക്കുകയാണെങ്കിൽ അത് കട്ട് ചെയ്ത് കഴിക്കും അല്ലെ. പക്ഷെ ഇനി കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എപ്പോഴും ഞാൻ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോ പല ക്ലാസ് നമ്മൾ എടുക്കുന്നുണ്ട്, പല സെഷൻസിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല, വരാതെ നോക്കണം അല്ലെ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. സോ വളരെയധികം ശ്രദ്ധിക്കുക. അത് കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളയാനുള്ള ഒരു വിഷമം കാരണേ നമ്മളിപ്പം എന്താണ് അതിൽ കടിച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് കഴിക്കുക. വാങ്ങി കഴിക്കാൻ പറ്റുമോ? അതിൽ എന്തൊക്കെയാ കുത്തി വെച്ചിരിക്കുന്ന അറിയില്ല. ആകെ മൊത്തം ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലെ. അപ്പം ഇത് വരുന്നത് ഗൊറില്ലെന്ന് വരുന്നുണ്ട്, ചിമ്പാൻസി, മക്കാക്കു, ആന്റലോപ്പ്, അതുപോലെ തന്നെ പിഗ്, ുള്ള ജീവികളിൽ നിന്നും വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. കോണ്ടാക്ട് ത്രൂ ബാഡ് സലൈവ ആൻഡ് ഡ്രോപ്പിംഗ് ക്യാൻ ഇൻഫെക്ട് അതർ അനിമൽസ്. അതായത് ഇപ്പൊ ഒരു ബാറ്റിന്റെ സലൈവ കഴിച്ചു കഴിഞ്ഞാൽ, സലൈവ തട്ടി കഴിഞ്ഞാൽ തന്നെ വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. കൺസെപ്ഷൻ ഓഫ് വൈൽഡ് മീറ്റ്, ടച്ചിങ് ഓബ്ജക്ട്സ് ദാറ്റ് ഹാവ് ബീൻ കണ്ടാമിനേറ്റഡ്. അതായത് ഈ വൈൽഡ് മീറ്റ്, നമ്മള് കാട്ടിലെ മൃഗങ്ങളുടെ ഇറച്ചിയൊക്കെ നല്ല ടേസ്റ്റ് ആന്ന് പറയും, പക്ഷെ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാ നമുക്ക് അറിയത്തില്ല. അപ്പൊ അതുവഴി വരാം. അപ്പൊ ഇതൊരു ഇൻക്യുബേഷൻ പീരീഡ് 2 to 21 ദിവസത്തിനുള്ളിലാണ് വരുന്നത്. ഡെത്ത് കോസ്ഡ് ബൈ ദ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലർ ആൻഡ് ടിഷ്യൂ ഡെത്ത്. പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, പ്രതിരോധിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. സിംറ്റംസ് ഫീവർ, സോർ ത്രോട്ട്, ഹെഡ് ഏക്ക്, മസിൽ പെയിൻ, ഇന്റൻസ് വീക്ക്നെസ്, വോമിറ്റിംഗ്, ഡയറിയ, ഇംപയർഡ് ലിവർ ആൻഡ് കിഡ്നി ഫംഗ്ഷൻ, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഈ മെയിൻ ആയിട്ട് സാധനം ഇതാണ്. ഇപ്പൊ എല്ലാവർക്കും പനി, തൊണ്ടവേദന, ചുമയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ബ്ലീഡിംഗ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എബോള വൈറസിന്റെ ഒരു എഫക്റ്റ് ആവുക എന്ന് പറയുന്നത്. അതായത് ഇത് മെയിൻ ആയിട്ട് ബാധിക്കുന്നത് സെൽസിനെയാണ്, ബ്ലഡ് വെസൽസിനെയാണ്. സോ ബ്ലഡ് സെൽസ് അബ്സോർബ് ഫോറിൻ പാർട്ടിക്കിൾസ് ഓൾസോ. സോ ദിസ് ഇസ് എബോള വൈറസ്. ഉച്ചകോടി മാറ്റിവെക്കാൻ റീസൺ ആയത് ഈ ഒരു വൈറസ് ആണ്.
അടുത്തത് വിച്ച് കൺട്രീസ് ആർ മെമ്പേഴ്സ് ഓഫ് ദ ക്വാഡ്. ക്വാഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നാല് പേര് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഏതൊക്കെയാണ് മെമ്പേഴ്സ്? ഇന്ത്യ, ചൈന, ജപ്പാൻ, റഷ്യ. ഇന്ത്യ, USA, ജപ്പാൻ, ഓസ്ട്രേലിയ. ഇന്ത്യ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ. USA, UK, ഇന്ത്യ, കാനഡ. The right answer is ഇന്ത്യ, USA, ജപ്പാൻ, ഓസ്ട്രേലിയ. അതാണ് ക്വാഡ് എന്ന് പറയുന്നത്. അതായത് ക്വാഡ്, വീണ്ടും നമ്മളൊരു അബ്രിവേഷനിലേക്ക് പോവാണ്. ദ ക്വാഡ് ഒഫീഷ്യലി ക്വാഡ്രിലേറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് QSD is not a formal alliance, it's an informal strategic form comprising 4 maritime democracies, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ ആൻഡ് US. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു മെരിടൈം എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് കടൽ മാർഗമുള്ള ഡെമോക്രസീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവിടെ പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാൻ. നമുക്കറിയാം ഇപ്പൊ ഗ്യാസ് തന്നെ കിട്ടാനില്ലാത്തതിന്റെ കാരണം എവിടെ യുദ്ധം നടക്കുന്നത് കൊണ്ടാണ് അല്ലെ. അപ്പൊ ഇതെല്ലാം കടൽ മാർഗം വരുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധങ്ങൾ നടക്കുമ്പോൾ തന്നെ നമുക്ക് കേരളത്തിൽ ഇരിക്കുന്നവർക്ക് എത്രമാത്രം എഫക്റ്റ് ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ, US ഒക്കെ തുടങ്ങിയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഏത് QSD എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അടുത്തതല്ല the quadrilateral security dialogue, that is Quad, is a strategic partnership among 4 countries. ഏതൊക്കെയാണ്? ഇന്ത്യ, US, അതുപോലെ തന്നെ ജപ്പാൻ, അതുപോലെ തന്നെ ഓസ്ട്രേലിയ. അതിന് നമ്മൾ എപ്പോഴും ക്വാഡ് എന്നാണ് വിളിക്കുക. എന്താണ്? ഫ്രീ ആൻഡ് ഓപ്പൺ ഇൻഡോ പസഫിക് റീജിയൻ ഫ്രീ ആക്കിയിട്ട്, അതായത് എല്ലാവർക്കും അതിൽ എന്തുണ്ട്? ഒരേപോലെ അവകാശമുണ്ട് എന്നുള്ളത് കാണിക്കാനാണ്. മെരിടൈം സെക്യൂരിറ്റി, അതുപോലെ തന്നെ എക്കണോമിക് ഓപ്പറേഷൻ, സൈബർ സെക്യൂരിറ്റി, ഡിസാസ്റ്റർ റെസ്പോൺസ്, സപ്ലൈ ചെയിൻ റെസിലിയൻസ്. അപ്പോൾ ഇത് വന്നത് 2007 ഒഫീഷ്യലി ഇത് അനൗൺസ് ചെയ്ത് 2017 കേട്ടോ. ഇനി 5ാമത്തെ ചോദ്യം. മിഷൻ ദൃഷ്ടി ഈസ് അസോസിയേറ്റഡ് വിത്ത് അഗ്രികൾച്ചറൽ, സാറ്റലൈറ്റ് ടെക്നോളജി, ബാങ്കിങ്, ഡിഫൻസ്, അതുപോലെ തന്നെ 3ാമത്തെ ബാങ്കിങ്, അതുപോലെ തന്നെ ഡിഫൻസ്, റഡാർ. ഏതാണ്? മിഷൻ ദൃഷ്ടി ഈസ് അസോസിയേറ്റഡ് വിത്ത് ഏതായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? സാറ്റലൈറ്റ്. മിഷൻ ദൃഷ്ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്? സാറ്റലൈറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തതാണ് അല്ലെ. സോ ദ റൈറ്റ് ആൻസർ ഈസ് സാറ്റലൈറ്റ് ടെക്നോളജി. കണ്ടോ, ഇതാണ് കേട്ടോ മിഷൻ ദൃഷ്ടി എന്ന് പറയുന്നത്. ഇന്ത്യ സ്പേസ് റെവല്യൂഷൻ മിഷൻ ദൃഷ്ടി ലോഞ്ച്ഡ് ബൈ ഗാലക്സൈ, ഇന്ത്യസ് ലാർജസ്റ്റ് പ്രൈവറ്റ് യൂത്ത് ലെഡ് സാറ്റലൈറ്റ് ആണ്. ഇതാണ് ദൃഷ്ടി സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ സെൻസർ, അതുപോലെ തന്നെ ക്ലൗഡ് സാർ, റഡാറും യൂസ് ചെയ്യുന്നുണ്ട്. ഓൾ വെതർ കാപ്പബിലിറ്റി ആണ്. ഡിസാസ്റ്റർ മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓൾ വെതർ capability ഉണ്ടെന്ന് പറയുന്നത് launched by ഗാലക്സൈ. അതായത് ഗാലക്സൈ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രൈവറ്റ് യൂത്ത് ലെഡ് സാറ്റലൈറ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് വിച്ച് കമ്പനി ഡെവലപ്പ് റീയൂസബിൾ റോക്കറ്റ് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് ഏതാണ്? നാസ, ബോയിങ്, സ്പേസ് എക്സ്, ബ്ലൂ ഡാർട്ട്. ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് സ്പേസ് എക്സ് ആണ്. ആൻഡ് ദിസ് ഈസ് സ്പേസ് എക്സ്. സ്പേസ് എക്സ് ഡെവലപ്പ് റീയൂസബിൾ റോക്കറ്റ് ടെക്നോളജി. അടുത്തത് eVTOL എയർക്രാഫ്റ്റ് ആർ മെയിൻലി ഡിസൈൻ ഫോർ. ഇതാണ് എയർക്രാഫ്റ്റ്. ഇത് എന്തിനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? അണ്ടർ വാട്ടർ ട്രാവൽ, ഫ്ലൈയിങ് ടാക്സി സർവീസസ്, സ്പേസ് ടൂറിസം, കാർഗോ ഷിപ്പ്. ഏതാണ്? ഫ്ലൈയിങ് ടാക്സി സർവീസസ്. നല്ല രസം ഉണ്ടാവില്ലേ കാണുമ്പോൾ തന്നെ? നമ്മുടെ ചെറിയ ഡ്രോൺ പോലെയാണ്. ഇനിയിപ്പോ ഇതൊക്കെ വരും നമ്മുടെ നാട്ടിലും. ഇതെല്ലാം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. eVTOL എയർക്രാഫ്റ്റ് ആർ മെയിൻലി ഡിസൈൻ ഫോർ ഫ്ലൈയിങ് ടാക്സി സർവീസസ്. എത്ര ട്രാഫിക് ജാം ഇല്ല, പടപ്പടയെ നമുക്ക് ഓഫീസിലൊക്കെ എത്താനായിട്ട് പറ്റും അല്ലെ. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് അല്ലേ. eVTOL എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് എന്നാണ് eVTOL. ഒരുപാട് അബ്രിവേഷൻസ് ഈ ഒരു വീഡിയോയിൽ ഉണ്ട് അല്ലെ. eVTOL എന്ന് പറയുന്നത് ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് എന്നുള്ളതാണ്. ദീസ് ആർ ഇലക്ട്രിക് എയർക്രാഫ്റ്റ് ആണ് that can take off vertically like a helicopter പോലെ ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് പറ്റുന്നു. ലാൻഡ് വെർട്ടിക്കലി നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ ഇലക്ട്രിക് പവർ യൂസ് ചെയ്തിട്ടാണ് ഫ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഡെവലപ്ഡ് ഫ്ലൈയിങ് ടാക്സീസ് ഫോർ അർബൻ ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി ഒരു ഫ്ലൈയിങ് ടാക്സീസ് ആയിട്ടാണ് കേട്ടോ. എക്കോ ഫ്രണ്ട്ലി ആണ്, ലോ നോയ്സ്, നോ റൺവേ. അത് ഷോർട്ട് ഡിസ്റ്റൻസ് എയർ ട്രാവലിനാണ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. ഷോർട്ട് ഡിസ്റ്റൻസ് എയർ ട്രാവൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8ാമത്തെ ചോദ്യം. വിച്ച് ടെക്നോളജി ഈസ് എക്സ്പെക്ടഡ് ടു റെവല്യൂഷനൈസ് ക്രിപ്റ്റോഗ്രഫി ആൻഡ് കമ്പ്യൂട്ടിംഗ്? അപ്പോ ഒരു സയൻസ് മേഖലയായ അല്ലെ ക്രിപ്റ്റോഗ്രഫി ആൻഡ് കമ്പ്യൂട്ടിംഗ് റെവല്യൂഷനൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നോളജി എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണ്. And this is quantum computing. So what is
മീൻ ബൈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ചാൽ എന്താണ്? അതൊരു അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജിയാണ്. അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജിയാണ് that uses the principle of quantum mechanics to process information much faster than the traditional computers. ഇതിൽ ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്, 0 അല്ലെങ്കിൽ 1. നോർമൽ കമ്പ്യൂട്ടേഴ്സിൽ ബിറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യാം, പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൽ ക്യൂബിറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് 0യും 1ഉം അറ്റ് ദ സെയിം ടൈം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു അറ്റ് സൂപ്പർ പൊസിഷൻ. ദിസ് അലൗസ് ക്വാണ്ടം കമ്പ്യൂട്ടർ ടു സോൾവ് വെരി കോംപ്ലക്സ് പ്രോബ്ലംസ് തന്നെ വളരെ സിമ്പിളർ ആയിട്ടുള്ള രീതിയിൽ എന്താക്കാൻ പറ്റുന്നുണ്ട്? സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. മെയിൻ ആയിട്ട് ടൈം നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആസ് ഇൻ ദ കേസ് ഓഫ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അത്രയും എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റുന്നു. കണ്ടോ, നോർമൽ കമ്പ്യൂട്ടേഴ്സിൽ ബിറ്റ്സ് 0യോ അല്ലെങ്കിൽ 1ഓ മാത്രമേ അറ്റ് ദ ടൈം യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൽ ക്യൂബിറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നു. അതായത് 0 and 1 അറ്റ് ദ സെയിം ടൈം. ഓക്കെ, അടുത്തത് 9ാമത്തെ ചോദ്യം. ഇന്റർനാഷണൽ നഴ്സസ് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആനുവലി ടു മാർക്ക് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് ഹൂം? ആരുടെ ആനിവേഴ്സറി ആണ് ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. മേരി ക്യൂറി, ഒരു ഡൗട്ട് വരുന്ന ഒരു ഓപ്ഷൻസ് ആണ് അല്ലെ. മേരി ക്യൂറി, ഫ്ലോറൻസ് നൈറ്റിംഗേൽ, മദർ തെരേസ, സരോജിനി നായിഡു. അറിയുന്നവർക്ക് ഡൗട്ട് ഒന്നും വരത്തില്ല. അപ്പൊ ദ റൈറ്റ് ആൻസർ ഈസ് ദ ലേഡി വിത്ത് ദ ലാംബ് എന്നറിയപ്പെടുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേൽ. എന്തുകൊണ്ടാണ് ലേഡി വിത്ത് ദ ലാംബ് എന്നറിയപ്പെടുന്നത്? ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് മെയ് 12. ദ ഫൗണ്ടേഷൻ, അതായത് മോഡേൺ നഴ്സിംഗ് കണ്ടുപിടിച്ചത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ്. കാര്യം ലേഡി വിത്ത് ദ ലാംബ്, കണ്ടോ, ലേഡി വിത്ത് ദ ലാംബ്, അതായത് രാത്രിയും നമ്മുടെ യുദ്ധങ്ങൾ കഴിഞ്ഞിട്ടുള്ള പട്ടാളക്കാർക്ക് രാത്രിയും ഡ്യൂട്ടി നടത്തിയ ഒരു നേഴ്സാണ്. ഒരു വിളക്ക് ഏന്തിയിട്ട്, നമുക്കറിയാം യുദ്ധം എന്ന് പറയുമ്പോൾ കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ല, വിളക്ക് വെച്ച് ഓരോ 10,000-കണക്കിന് പട്ടാളക്കാരെ നോക്കി വളരെ നല്ല രീതിയിൽ നോക്കി തിരിച്ച് ആരോഗ്യത്തിലേക്ക് കൊണ്ടുവന്ന ഒരു നേഴ്സ് ആണ് ആര്? ഫ്ലോറൻസ് നൈറ്റിംഗേൽ, ബൈ യൂസിങ് എ ലാംബ് അല്ലെ. അതുപോലെ തന്നെ ആ ഒരു ഇരുട്ടില് വെളിച്ചം പോലെ അത്രയും പേരുടെ ജീവിതത്തിലും വെളിച്ചം പകർന്ന ഒരു വനിതയാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. അതുപോലെ തന്നെ മോഡേൺ ഫിസിക്സ്, പണ്ടുള്ള കാലത്ത് അവർ വിചാരിച്ചത് ഈ മെൻ, അതായത് പുരുഷന്മാർക്ക് മാത്രമാണ് ഒരു ഇങ്ങനത്തെ ജോബുകൾ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പൊ ഡോക്ടർ എന്ന് പറയുമ്പോൾ പുരുഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു പണ്ട് കാലങ്ങളിൽ. ആ ഒരു കൺസെപ്റ്റ് മാറ്റിയ ഒരു വനിതയാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. അതുകൊണ്ട് തന്നെയാണ് നേഴ്സസ്, നമുക്കറിയാം ഒരു ഡോക്ടർ നമുക്ക് ആവശ്യമാണ്, പക്ഷെ നമ്മുടെ കൂടെ എല്ലാ ഒരു കേസിലും വരുന്നത്, അതുകൊണ്ടാണ് ഭൂമിയിലെ മാലാക നേഴ്സ് ആണെന്ന് പറയുന്നത് അല്ലെ. അപ്പോ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ്. ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് മെയ് 12 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് കേട്ടോ. അടുത്തത് 10ാമത്തെ ചോദ്യം. ഇന്റർനാഷണൽ ലേബർ ഡേ ഈസ് ഓൾസോ നോൺ ആസ് മെയ് ഡേ. അത് എന്നാണ് ഈ മെയ് ഡേ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് അറിയാം അല്ലെ. അവസാനത്തെ ചോദ്യം കുറച്ച് സിമ്പിൾ ആണ്. ഏതാണ്? മെയ് 1-നാണ് ഇന്റർനാഷണൽ ലേബർ ഡേ സെലിബ്രേറ്റഡ് ആനുവലി ഓൺ മെയ് 1 to honor the contribution and achievement of the working class in India. Also coincided Maharashtra Day and Gujarati Day which marked the formation of this state in 1960. അപ്പൊ മെയ് 1-നാണ് എന്ത് മെയ് ദിനം എന്ന് പറയുന്നത്. അതായത് പണ്ട് കാലത്തൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് ടൈം എന്ന് പറയുന്നത് 22 മണിക്കൂറും 20 മണിക്കൂറൊക്കെ ആയിരുന്ന ജോലി സമയമായിരുന്നു. ആ ഒരു ജോലി സമയം 8 മണിക്കൂർ മതി എന്ന് മാറ്റിയത് ഈ ഒരു മെയ് ദിനം മാറ്റിയത് ഒരു സമരം വഴിയാണ്. ആ ഒരു സമരത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് മെയ് 1-ന് മെയ് ദിനമായിട്ട് ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത് കേട്ടോ. സോ നമ്മള് 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.